സ്മാർട്ട് കെയർ ഫോൾട്ട് ഫൈൻഡിംഗ് ആൻഡ് ഡയഗ്നോസിസ് മോഡ്യൂളിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ്റെ ഡോർ നോട്ട് ഗെറ്റിംഗ് ലോക്ക്ഡ് എന്ന ഡിഫക്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് പ്രതിപാദിക്കുന്നത്. ഇൻഡെക്സ് ആണ്, ഫീഡ്ബാക്ക് ഫ്രം ദ കസ്റ്റമർ, ക്വസ്റ്റ്യൻസ് ടു ബി ആസ്ക്ഡ് ഫ്രം ദ കസ്റ്റമർ, ഡോട്ട് മാട്രിക്സ് ഫോർ ദ സിംപ്റ്റം, പോസിബിൾ ടൈപ്പ് ഓഫ് ഫെയിലിയേഴ്സ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്, മെക്കാനിക്കൽ, യൂസേജ് ആൻഡ് സറൗണ്ടിംഗ് കണ്ടീഷൻ, സ്റ്റെപ്സ് ഫോർ ഡയഗ്നോസിസ്, diagnosis process, repairing process of the defects. Customer feedback, door not getting locked. Machine സാധാരണ നമ്മൾ കസ്റ്റമർക്ക് എന്തൊക്കെ ഫീഡ്ബാക്ക് ആണ് കിട്ടുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. മെഷീൻ്റെ ഡോർ ലോക്ക് ആകുന്നില്ല, മെഷീൻ ഡോർ ഈസ് നോട്ട് ഗെറ്റിംഗ് ലോക്ക്ഡ്. E01 എറർ കാണിക്കുന്നു. അല്ല, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴും E0 അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് E01 എറർ കാണിക്കുന്നു എന്നുള്ള എറർ. അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡോർ നോട്ട് ഗെറ്റിംഗ് ലോക്കിൽ എന്താ പറയുക, സിംറ്റംസിനെ കുറിച്ചാണ്. നമ്മൾ കസ്റ്റമറോട് ഒരു സിംറ്റം കിട്ടി, അപ്പോൾ അതിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കസ്റ്റമറോട് ചോദിക്കേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഈസ് ദിസ് പ്രോബ്ലം ഹാപ്പനിങ് ഓൾവേസ് ഓർ ഓൺലി സംടൈംസ്? ഇത് എപ്പോഴും ഈ പ്രോബ്ലം കാണിക്കാറുണ്ടോ അതോ വല്ലപ്പോഴും ആണോ കാണിക്കുന്നത്? ടു നോ ദ കണ്ടീഷൻസ് ദാറ്റ് ലീഡ് ടു ദിസ് സ്പെസിഫിക് പ്രോബ്ലം. ഇത് ഒരു പർട്ടിക്കുലർ പ്രോബ്ലം കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത്. ആർ യു ഗെറ്റിംഗ് എനി എറർ കോഡ് ലൈക്ക് E01 ഓൺ ദ പാനൽ? നിങ്ങൾക്ക് E01 എന്ന എറർ പാനലിൽ കാണിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഫെയിലിയർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആർ യു റണ്ണിങ് ദ മെഷീൻ ആഫ്റ്റർ ലോങ് ടൈം? മെഷീൻ കുറേ സമയം വർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഡോർ ജാം ആവുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. വാസ് ദ മെഷീൻ റിപ്പയർഡ് ബൈ എനി ഔട്ട്സൈഡ് ഏജൻസി പ്രീവിയസ്ലി? ഈ മെഷീൻ വേറെ ഏതെങ്കിലും ലോക്കൽ ആൾക്കാരെ കൊണ്ട് എന്താ പറയുക റിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. എന്തെങ്കിലും പുവർ വർക്ക്മാൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. വാട്ട് ഈസ് ദ മെഷീൻ മോഡൽ? ഏതാണ് കറക്റ്റ് മോഡൽ എന്നുള്ള കാര്യം ചോദിക്കുക. കാരണം ഡോർ സ്വിച്ച് 3 പിന്നിൻ്റെയും 4 പിന്നിൻ്റെയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് മോഡൽ നോക്കി കറക്റ്റായിട്ടുള്ള സ്പെയർ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഡോർ ലോക്ക് സ്വിച്ച് ലോക്കിംഗ് പിൻ ബ്രോക്കൺ. ഡോർ ലോക്കിൻ്റെ സ്വിച്ചിൻ്റെ ലോക്കിംഗ് പിൻ ബ്രോക്കൺ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഡോർ ലോക്ക് ടങ് ജാംഡ് ഓർ ലിവർ ഓർ സ്പ്രിംഗ് ഫോൾട്ടി. അതിൻ്റെ ടങ് അല്ലെങ്കിൽ ജാം ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ലിവർ ജാം ആയിട്ടുണ്ടോ നോക്കാം. ഡോർ ലോക്ക് സ്വിച്ച് വയറിംഗ് ലൂസ് കണക്ഷൻ. അതിൻ്റെ വയറിങ്ങിന് എന്തെങ്കിലും ലൂസ് കണക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാം. PCB ഫോൾട്ട് ആണോ എന്ന് നമുക്ക് നോക്കാം. ഇനി പോസിബിലിറ്റി ഓഫ് ഫെയിലിയർ. ഇപ്പോൾ ഇലക്ട്രിക്കൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂസ് വയറിംഗ്, ഇലക്ട്രോണിക് ആണെന്നുണ്ടെങ്കിൽ PCB ഫോൾട്ടി, മെക്കാനിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഡോർ ലോക്ക് സ്വിച്ച് ഫോൾട്ടി, ഡോർ ലോക്ക് ടങ് ഓർ ലിവർ ഫോൾട്ടി, യൂസേജ് ആൻഡ് സറൗണ്ട് കണ്ടീഷൻസ് വളരെ കുറവാണ്, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, ഹൈ ഹ്യൂമിഡിറ്റി ഓൺ ദ റീജിയൻ. അപ്പോൾ അത് കാരണം റസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സിംറ്റം ഡോർ നോട്ട് ഗെറ്റിംഗ് ലോക്ക്ഡ്. അതിൻ്റെ ചെക്കിംഗ് പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ. ലോക്ക് സ്വിച്ച് ലോക്ക് പിൻ ബ്രോക്കൺ. ചെക്കിംഗ് ലോക്ക് സ്വിച്ച് മെക്കാനിസം ആഫ്റ്റർ പ്രൊവൈഡിങ് സപ്ലൈ. നമ്മൾ സപ്ലൈ കൊടുത്തതിന് ശേഷം ലോക്ക് സ്വിച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മൂവ് ടു ദ നെക്സ്റ്റ് ഇഫക്റ്റ്. ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ചേഞ്ച് ദ ഡോർ ലോക്ക് സ്വിച്ച്. ഡോർ ലോക്കിംഗ് ടങ് ഓർ ലിവർ, ഡോർ ലോക്കിങ്ങിൻ്റെ ടങ് അല്ലെങ്കിൽ ലിവർ ജാം ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ചെക്ക് ഫോർ സ്പ്രിംഗ് റിട്ടേൺ മെക്കാനിസം ഓഫ് ഡോർ. അതിനകത്തൊരു സ്പ്രിംഗ് ഉണ്ട്, അത് ആ റിട്ടേൺ മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മൂവ് ടു നെക്സ്റ്റ്, അല്ലെങ്കിൽ റീപ്ലേസ് ദ ഡോർ ലോക്കിംഗ് ലിവർ. വയറിംഗ് ലൂസ്. നമ്മൾ എന്തെങ്കിലും വയറിംഗ് ലൂസ് കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മൂവ് ടു നെക്സ്റ്റ് ഇവർ. നോട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ റീപ്ലേസിങ് വയറിംഗ് ഹാർനസ്. അടുത്ത നമ്മൾ PCB ചെക്ക് ചെയ്യുക. PCയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്, സ്വിച്ചിലേക്ക് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഡിഫക്റ്റിലേക്ക് പോകുക, നോട്ട് അല്ലെങ്കിൽ PCB ചേഞ്ച് ചെയ്യുക. ഇനിയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ളത്. എന്തൊക്കെ ടൂൾസ് വേണ്ടെന്നുള്ളത് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട ടൂൾസ് എന്ന് പറഞ്ഞാൽ T20യുടെ ഒരു അലൻ കീ വേണം. T20 മുതൽ T40 ഉള്ള അലൻ കീ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ തന്നെ അലൻ കീ സെറ്റ് T10 to T50 ഉള്ളത് നമ്മുടെ നല്ലതായിരിക്കും. പിന്നെ ഒരു എന്താ പറയുക ഫ്ലവർ സ്ക്രൂ ഡ്രൈവർ,
പിന്നെ പവർ കോഡ് വേണം വിത്ത് എന്താ പറയുക ഒരു സ്പേഡ് ടിമ്പിൾ ടൈപ്പുള്ള സ്പീഡുള്ള ഒരു ക്രിം കണക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ഡിജിറ്റൽ മൾട്ടിമീഡിയമാണ്. ഇനി അടുത്ത് ഡോർ ലോക്ക് 6 പിൻ ബ്രോക്കൺ. അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡോർ ലോക്ക് പിൻ ലോക്സ് ദ ഡോഗ് വെൻ 230 വോൾട്ട് സപ്ലൈ ഈസ് ഗിവൺ ടു ഇറ്റ്. നമ്മൾ 230 വോൾട്ട് സപ്ലൈ ഈ ഡോർ ലോക്ക് പിന്നിൽ കൊടുക്കുമ്പോഴാണ് ഡോർ ലോക്ക് ആകുന്നത്. ഈ 230 വോൾട്ട് സപ്ലൈ റിലീസ് ആകുമ്പോൾ ഡോർ ലോക്ക് പിൻ ലൂസൻ ആകുന്നു. അലൗ ദ ഓപ്പൺ ദ ഡോർ. അങ്ങനെ ഈ 230 വോൾട്ട് സപ്ലൈ അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക ലോക്ക് പിന്ന് ലൂസനാകുന്നു. ലൂസായി കഴിയുമ്പോൾ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു. ഈ ഡോർ ലോക്ക് പിൻ ബ്രേക്കേജ് ക്യാൻ കോസ് ഡോർ നോട്ട് ഗെറ്റിംഗ് ലോക്ക് കണ്ടീഷൻ ഈവൻ ആഫ്റ്റർ 230 വോൾട്ട് സപ്ലൈ. ഇവൻ ഈ ഡോർ ലോക്കിൻ്റെ പിന്ന് എന്തെങ്കിലും കാരണവശാൽ ഒടിഞ്ഞു പോകുകയോ ഡാമേജ് ആവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ആവില്ല. ലോക്ക് കണ്ടീഷൻ നമ്മൾ 240 വോൾട്ട് സപ്ലൈ കൊടുത്താലും നമുക്ക് ഡോറ് ഓപ്പൺ ആയി കിട്ടത്തില്ല. ഇനി അത് ഇപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 2 ടൈപ്പ് ഡോർ ലോക്ക് ഉണ്ട്. ഒന്ന് 3 പിന്നിൻ്റെ ഉണ്ട്, ഒന്ന് 4 പിന്നിൻ്റെ ഉണ്ട്. ആ 2 സ്വിച്ചും എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതിന് വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. 230 വോൾട്ട് സപ്ലൈ കിട്ടിയതിന് ശേഷം ഓരോ ലോക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോസാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് 3 പിൻ ഡോർ ലോക്കിങ്ങിനെ കുറിച്ചാണ്. അത് നമുക്കിപ്പോൾ കാണാം. फ्रंट लोडिंग वॉशिंग मशीन के डोर स्विच को चेक करने के लिए आप इस तरह का एक पावर कॉर्ड का इस्तेमाल कर सकते हैं, जिसके दोनों लीड्स के ऊपर आपने स्पेड थिम्बल लगा दिया है. स्पेड टाइप के थिम्बल जो हमारे माइक्रोवेव ओवन में भी जिस तरह के थिम्बल होते हैं उस तरह के थिम्बल कनेक्टर लगा दिया और उसके ऊपर इंसुलेशन टेप आपने बांध दी. इसको अलग से सप्लाई देने के लिए यहाँ पर लाइन है और ये न्यूट्रल. लाइन और न्यूट्रल में आपको यहाँ पर अलग से सप्लाई देकर चेक करना पड़ेगा कि ये मशीन ये वाला जो स्विच है वो चल रहा है कि नहीं. वैसे ये स्विच का स्लाइडर है, ये ब्लैक कलर का जो पार्ट है इसके अंदर, इसको अगर यहाँ से देखें तो थोड़ा सा आसानी से वो दिखाई देगा. और मैं अगर यहाँ से इसको मूव करता हूँ, स्लाइडर को मूव करता हूँ, तो ये पूरी की पूरी स्लाइडर जो ब्लैक कलर का पार्ट है वो इस तरह से स्लाइड होते जाता है. अगर यहाँ से देखें तो जब हम दरवाज़ा बंद करते हैं तो इस तरह से ये स्लाइडर बंद होता है और अंदर इसके अंदर एक पिन होती है लॉकिंग पिन. ये लॉकिंग पिन उसके अंदर उसको लॉक कर देता है. अब लॉकिंग पिन को लॉक करने के लिए पावर की ज़रूरत है, न्यूट्रल और फेस की, जो हम इन दोनों वायर्स की मदद से देंगे. यहाँ पर जहाँ लाइन लिखा हुआ है वहाँ पर हम पावर कॉर्ड का लाल वाला वायर लगा देंगे और पावर कॉर्ड का ब्लैक वाला जो वायर है उसको हम न्यूट्रल पे लगा देते हैं. ये इंसुलेशन हमने इसीलिए दी है क्योंकि जब हम इसको लगाते हैं दोनों थिम्बल बहुत नज़दीक आते हैं एक दूसरे के, तो हो सकता है कि वो शॉर्ट हो जाए. इसीलिए हम दोनों को सेपरेटली इंसुलेशन लगाते हैं. जब 230 वोल्ट सप्लाई नहीं आ रहा है तो ये काले रंग का स्लाइडर आप देख रहे हो यहाँ पर, ये स्लाइडर को जब पुश करता हूँ तो ये अंदर लॉक नहीं होता. पीछे की तरफ से अगर आप देखें इसको तो ये स्लाइडर अच्छी तरह से दिखाई देता है. एंड टू एंड ये स्लाइडर स्लाइड होते रहता है. ये देखिए जब हम इसको सप्लाई देते हैं तो इसका पीडीसी गर्म होता है. पीडीसी बाईमेटल को इसके अंदर बेंड करता है और बाईमेटल इसके अंदर कॉपर के कॉन्टैक्ट से उस कॉन्टैक्ट को लॉकिंग पोजीशन में लाता है. और जब कॉपर के कॉन्टैक्ट लॉकिंग पोजीशन में आ जाते हैं और उसके बाद ये स्लाइडर को अंदर दबाया जाता है, तब ये स्लाइडर अंदर जाकर लॉक हो जाएगा. तब तक लॉक होगा जब तक हम यहाँ पर से 230 वोल्ट हटा नहीं देते. और हटाने के बाद भी इसके अंदर का जो पीटीसी कॉइन है वो ठंडा होना चाहिए. ठंडा हो जाने के बाद अपने आप वो कॉपर के कॉन्टैक्ट्स को लॉकिंग पोजीशन से अनलॉकिंग पोजीशन में करेगा. और फिर जब हम डोर का लॉक खोलते हैं तो आसानी से ये स्लाइडर पीछे की तरफ स्लाइड हो जाता है और हम डोर के लॉक को खोल पाते हैं. अब हम कनेक्ट कर दिए हैं. देखते हैं कि इसको 230 वोल्ट देने के बाद यहाँ पर लॉकिंग किस तरह से होती है. डोर स्विच के स्लाइडर की तरफ ध्यान देना.
डोर स्विच का स्लाइडर अब एक्सट्रीम लेफ्ट पोजीशन में है। अब हम इसको ऑन करते हैं। जैसे ही पावर ऑन हो जाए तो इसके अंदर का जो लॉकिंग पिन है वो लॉक करने के लिए तैयार है। जब वॉशिंग मशीन का दरवाज़ा बंद होता है तब ये स्लाइडर थोड़ा सा अंदर जाता है और फिर बाद में थोड़ा सा अंदर की तरफ जाकर वो लॉक हो जाता है। बस इतना ही लॉकिंग है। स्लाइडर पूरी तरह से अंदर नहीं जाता, बस इतना ही लॉकिंग है। करीब करीब 3 या 4 मिलीमीटर ये अंदर जा चुका है और इससे ही वो लॉक करता है। अब ये लॉक पोजीशन में तब तक रहेगा जब तक हम 230 वोल्ट यहाँ पर सप्लाई दे रहे हैं। हम जैसे ही 230 वोल्ट सप्लाई यहाँ से बंद कर देते हैं, यहाँ से मैं बंद कर रहा हूँ 230 वोल्ट सप्लाई, तब इसके अंदर का जो पीटीसी कॉइन है वो ठंडा होगा और ठंडा हो जाने के बाद एक हल्के से झटके से ये बाहर निकल आएगा। अब ये देखिए, अब मैं इसको जब झटका दे रहा हूँ तो ये पूरी तरह से बाहर नहीं आया, ये ज़ीरो पोजीशन में अब तक नहीं आया क्योंकि इसकी पीटीसी अभी ठंडी नहीं हुई है। 2 मिनट का समय देंगे इसको। जैसे ही इसकी पीटीसी ठंडी हो जाएगी तब ये जो गैप दिख रहा है आपको, ये गैप छोड़कर वो पीछे की तरफ आ जाएगा, पूरी तरह से बैक को आ जाएगा। तब हम समझेंगे कि लॉक रिलीज़ हुई है। इसको 2 मिनट के लिए हम ऐसे ही छोड़ देते हैं। करीब 2 मिनट का टाइम हो चुका है। अब इसके अंदर का पीटीसी कॉइन ठंडा हो चुका होगा। अब हम धीरे से जब इसको फ्लिक करते हैं तो ये पीछे की तरफ आ जाता है। अब देखिए, पूरी तरह से ये स्लाइडर पीछे की तरफ आ चुका है। ये लॉक रिलीज़ करने का एक इंडिकेशन है। ये 2 मिनट के बाद जब पीटीसी कॉइन इसके अंदर का ठंडा होता है तो इसका जो लॉकिंग पिन है वो उसको रिलीज़ कर देता है और एक हल्के से झटके से ये पूरी पीछे की तरफ आ जाता है और लॉक इसकी रिलीज़ हो जाती है। ये डोर लॉकिंग मैकेनिज्म है फ्रंट रोड मशीन का। ഇപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇനി അതുപോലെ തന്നെ നമ്മൾ 4 പിൻ കണക്ടർ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. गोदरेज PASE और PASC मॉडल के फ्रंट लोडिंग वॉशिंग मशीन में जो डोर स्विच लगती है उस डोर स्विच की चेकिंग का आज प्रोसीजर देखते हैं। ये 4 पिन वाला डोर स्विच है। यहाँ पर 4 कनेक्शंस हैं जिनका नॉमेनक्लेचर है 2, 3, 4 एंड 5। इसमें हम 3 और 4 बीच के जो 2 पिन्स हैं इनके बीच में रेजिस्टेंस देखेंगे। ये रेजिस्टेंस 240 ओम्स प्लस और माइनस 20% के रेंज में होगी और ये रेजिस्टेंस है इसके पीटीसी कॉइन की और इसके अंदर जो सोलोनाइट का कॉइल है उसकी। इसकी रेजिस्टेंस अगर अच्छी है तो ये डोर स्विच अच्छा है, ये मान के चलते हैं। ये इसका एक बेसिक टेस्टिंग का प्रोसीजर है। हम पहले मल्टीमीटर को ओम्स में सेट कर लेते हैं और ये जो बीच के 2 पिन्स हैं 4 एंड 3 नंबर्स, ये पिन्स के बीच में हम रेजिस्टेंस देख लेंगे। आप देख सकते हैं कि इसकी रेजिस्टेंस 231 ओम्स आ रहा है जो 240 प्लस और माइनस 20% के रेंज में है। तो इसका मतलब ये होगा कि ये डोर स्विच बिल्कुल सही है। ഇപ്പോൾ നമ്മൾ 2 ഡോർ സ്വിച്ചും ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. അത് എന്തെങ്കിലും റെസിസ്റ്റൻസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോർ സ്വിച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യുക. അടുത്ത ലോക്സ്
Door locking tongue jammed or liver or spring faulty. ഇപ്പോൾ ഡോർ ലോക്കിംഗ് ലിവർ അല്ലെങ്കിൽ ലോക്കിംഗ് ടങ് മൗണ്ട് നമ്മൾ ഡോറിൽ മൗണ്ട് ചെയ്തിരിക്കുന്നതാണ്. അത് അതിനെന്തെങ്കിലും ജാം ആവോ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കൊണ്ട് റെസ്റ്റ് ആവോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എന്താ പറയുക ലോക്ക് ആവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കേണ്ടത്. ഡോർ ലോക്കിംഗ് ലിവറും ആ സ്പ്രിങ്ങും അതിൻ്റെ പ്രോപ്പർ ആക്ഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഇഫ് ദ ലിവർ ഈസ് ജാംഡ് ഓർ ലോക്കിംഗ് ഡോഗ് ഈസ് ബ്രോക്കൺ, അപ്പോൾ ആ ലിവർ ജാം ആവോ അല്ലെങ്കിൽ ലോക്കിംഗ് ഡോഗ് ബ്രോക്കൺ ആവോ ചെയ്യുവാണെങ്കിൽ റീപ്ലേസ് ചെയ്യുക. അത് എങ്ങനെയാണത് ചെക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാം. ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ആ സ്പ്രിങ്ങും അല്ലെ ടങ്ങും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. ഇത് ഇങ്ങനെ ഈ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഇത് മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഡോർ ലോക്കിംഗ് സ്വിച്ച് വയർ ലൂസോ റെസ്റ്റിങ്ങോ കണക്ഷൻ റെസ്റ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള സപ്ലൈ വോൾട്ടേജ് ഡോർ ലോക്കിൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലും അത് കറക്റ്റായിട്ട് പിന്നെ ഓപ്പൺ ആവില്ല. അല്ലെങ്കിൽ ഫേസും ന്യൂട്രലും വയറിന് കണ്ടിന്യൂറ്റി വയർ കട്ടായി പോവുകയാണ്, അങ്ങനെയാണെങ്കിലും ഡോർ ലോക്ക് ആവില്ല. ഡോർ ലോക്ക് സ്വിച്ച് വയറിംഗ് ബ്രേക്കേജ് ക്യാൻ ഹാപ്പൻ ഡ്യൂ ടു എലികടി മൂലവും റാറ്റ് ബൈറ്റ് മൂലവും ഇങ്ങനത്തെ വയറിങ്ങിന് കണ്ടിന്യൂറ്റി പോകാം. ഇങ്ങനെയുള്ള കേസുകളെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓൾവേസ് ലെവൽ മെഷീൻ വിത്ത് സ്പിരിറ്റ് ലെവൽ ആൻഡ് എ ഫ്ലാറ്റ് ഹാർഡ് സർഫസ് വിത്തൗട്ട് ലൂസ് ടൈൽസ്. എപ്പോഴും വളരെ ക്ലീൻ ആയിട്ടുള്ള സർഫസിൽ വേണം നമ്മൾ ഫ്രണ്ട് ലോഡിങ് വാഷിംഗ് മെഷീൻ വെക്കാൻ. അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് പോലും ഈ ഡോറ് ലോക്കായി അത് വരുന്ന പ്രശ്നങ്ങളും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അതൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഡോർ ലോ സ്വിച്ച് വയറിംഗ് ലൂസ് കണക്ഷനാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് ലോ സ്വിച്ച് ലോക്കിലേക്ക് വരുന്ന 3 വയറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ബ്ലൂ, ബ്ലാക്ക്, റെഡ്. CLN. സി എന്ന് പറഞ്ഞാൽ ടെർമിനൽ ബോക്സ് ഫീഡ്ബാക്ക് 230 വോൾട്ട് ഫ്രം ദ PCB. എൽ എന്ന് പറഞ്ഞാൽ ടെർമിനൽ സപ്ലൈ 230 വോൾട്ട് AC ടു ഡോർ സ്വിച്ച്. എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ വയർ ഫോർ ഡോർ സ്വിച്ച് സപ്ലൈ. ഈ 3 വയറാണ് മെയിനായിട്ട് ഡോർ സ്വിച്ചിലേക്ക് വരുന്നത്. ചെക്ക് ദ എൻഡ് ടു എൻഡ് കണക്ഷൻ കണ്ടിന്യൂറ്റി. കാരണം ഈ വയറിനെല്ലാം PCB നിന്നും സ്വിച്ചിലേക്ക് വരുന്നതിൻ്റെ കണക്ഷൻ കണ്ടിന്യൂറ്റി നോക്കുക. ബ്ലൂ ആൻഡ് ബ്ലാക്ക് റെഡ് വയറിൻ്റെ കണ്ടിന്യൂറ്റി, അങ്ങനെ നമ്മൾ PCB നിന്നും ഡോർ സ്വിച്ചിലേക്ക് വരുന്ന കണക്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റി നോക്കുക. If any wires between the PCB and the nozzle is not showing continuity, change the harness assembly. ഇപ്പോൾ ഏത് വയറിലും നമ്മൾ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാറുക. ചെക്ക് ഫോർ സപ്ലൈ വോൾട്ടേജ് ബിറ്റ്വീൻ ദ റെഡ് ആൻഡ് ബ്ലാക്ക് വയർ. റെഡ് ആൻഡ് ബ്ലാക്ക് വയർ നമ്മൾ കണ്ടിന്യൂറ്റി 230 വോൾട്ട് സപ്ലൈ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. വെൻ പ്രോഗ്രാം ഡോർ സ്വിച്ചിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് വേണം നമ്മൾ നോക്കാൻ വേണ്ടി, അല്ല PCBയുടെ എൻഡിലല്ല. അതായത് വയറിംഗ് ലൂസ് കണക്ഷൻ ഒന്നും ഇല്ല എന്നുള്ള കൺഫേം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ചെക്ക് ദ പവർ റെഡ് ആൻഡ് ബ്ലൂ വയർ PCBയുടെ എൻഡിൽ. നമ്മളിവിടെ റെഡ് ആൻഡ് ബ്ലാക്ക് സ്വിച്ചിൻ്റെ എൻഡിലാണെന്നുണ്ടെങ്കിൽ റെഡ് ആൻഡ് ബ്ലൂ വയർ PCB എൻഡിൽ കണ്ടിന്യൂറ്റി വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അത് പിന്നെ രണ്ടാമത് വരുന്നത് ഈ NLC കോൺഫിഗറേഷൻ കളർ കോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നോക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചേഞ്ചിങ് ദ വയർ കാരണം ഇഫ് എനി ഓഫ് ദ വയർസ് ഡു നോട്ട് ഷോ കണ്ടിന്യൂറ്റി, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. എന്തെങ്കിലും കണ്ടിന്യൂറ്റി കിട്ടുമോ അല്ലെങ്കിൽ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡോർ ലോക്ക് വർക്ക് ചെയ്യത്തില്ല എന്നുള്ള കാര്യം. PCB എറർ. ഇപ്പം എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാരണവശാൽ ഡോർ ലോക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ E01 എറർ കാണിക്കും. E0 എറർ 1 കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ PCB will not supply 230 വോൾട്ട് AC സപ്ലൈ ടു ഡോർ സ്വിച്ച്. അപ്പം നമ്മൾ ആ PCBയുടെ പോയിന്റിൽ വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഡോർ സ്വിച്ച് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് 230 വോൾട്ട് ഡോർ സ്വിച്ചിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ വയറിങ്ങിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. ഇപ്പം അതുകൂടാതെ തന്നെ ആ PCBയുടെ ആ പോർഷനിൽ എന്തെങ്കിലും ബ്രൗൺ സ്പോട്ടോ ബ്ലാക്ക് സ്പോട്ടോ ബേണിംഗ് മാർക്കോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, PCB റീപ്ലേസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് PCBയുടെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്.
അതുപോലെ തന്നെ ഈ ഔട്ട് ഗോയിങ് നമ്മുടെ ഈ പി സി ബിയുടെ പോർഷനിലുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് വേസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം 230 വോൾട്ട് സപ്ലൈ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. യു ക്യാൻ ഡയറക്ട്ലി ചെക്ക് ഓൺ ദ ട്രാക്ക് ടെർമിനൽ ആ സ്റ്റോൺ. നമുക്ക് ഈ ട്രാക്കിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. ഇഫ് നോ വോൾട്ടേജ് ഒബ്സർവ്ഡ്, ഇപ്പോൾ അവിടെ വോൾട്ടേജ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പി സി ബി ചെക്ക് ചെയ്യാം. അതിൻ്റെ വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും. നമുക്ക് ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം. फ्रंट लोडिंग वॉशिंग मशीन के पीसीबी के ऊपर जब डोर स्विच का हम टेस्टिंग करेंगे, डोर स्विच की सप्लाई का टेस्टिंग करेंगे, तो यहाँ पर इस कनेक्टर पे करेंगे जहाँ पर रेड, ब्लैक और ब्लू कलर के वायर्स लगे हुए हैं. रेड वायर इसका न्यूट्रल है, ब्लैक वायर इसका फेज और ब्लू वायर इसका कम्युनिकेशन वायर है. मशीन को चालू करने के लिए ये जो नॉब है, इस नॉब को हम ले लेते हैं और इस तरह से नॉब को लगा देंगे ताकि ट्रैक्स दिख जाए. पीसीबी को इस तरह से खोल के रखा है ताकि ट्रैक्स दिख जाए. और नॉब से हम एक छोटा सा प्रोग्राम सेलेक्ट करेंगे और ऑन करते हैं. ऑन करते ही डोर स्विच को सप्लाई जानी चाहिए पीसीबी से, ये हम चेक करेंगे. ये पहला ट्रैक रेड वायर का है, दूसरा ट्रैक एम्प्टी है, इसको कुछ नहीं करेंगे. तीसरा जो ट्रैक है वो ब्लैक वायर का और चौथा ट्रैक ब्लू वायर का. रेड और ब्लैक के बीच में देखेंगे पहला और तीसरा ट्रैक के बीच में पीसीबी से आउटगोइंग सप्लाई डोर स्विच के लिए 240 वोल्ट जा रहा है. और रेड और ब्लू कलर के वायर के बीच में डोर स्विच से रिटर्न कम्युनिकेशन आ रहा है पीसीबी को 240 सप्लाई का. इसका मतलब ये है कि डोर स्विच भी सही है. तो पीसीबी की टेस्टिंग इस तरह से होती है कि डोर स्विच को सप्लाई दे रहा है कि नहीं. और ये सप्लाई तब तक रहेगी जब तक हमारा साइकिल ख़त्म नहीं हो जाता. ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഇത് ചെക്ക് ചെയ്യേണ്ടത്. അത് വളരെ കെയർഫുള്ളായിട്ട് ചെക്ക് ചെയ്യണം. AC വോൾട്ട് ഡയറക്റ്റ് 230 വോൾട്ട് വരുന്നതാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ട് ആകാനും അങ്ങനെയുള്ള കാര്യങ്ങളില്ലാതെ ചെക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. Thank you.